ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു ടൊമാറ്റോ സൂപ്പാണ്. ഇത് ഏകദേശം ഒരു 300-350 ഗ്രാം ടൊമാറ്റോ ഉണ്ട്, സവാള, ഒരു ബേ ലീഫ്, വെളുത്തുള്ളി, ഇഞ്ചി. ഇത് കോൺഫ്ലവറാണ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളകും വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതൊന്ന് പുഴുങ്ങി ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കണം. ബാക്കി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇത് ബട്ടർ, ഇത് 1 ടേബിൾ സ്പൂൺ ബട്ടർ. അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ സവാള അത് കുറച്ച് വലിയ സവാളയാണ്, അപ്പോൾ അതിൻ്റെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ബാക്കി വെളുത്തുള്ളി, ഇഞ്ചി, ബേ ലീഫ്, ബട്ടർ, കോൺഫ്ലവർ, പഞ്ചസാര, ഉപ്പ്, കുരുമുളക് പൊടി. തക്കാളി ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുക, അതിൻ്റെ തൊലി പൊളിച്ച് കളയാൻ വേണ്ടിയാണ്. തക്കാളി നല്ലപോലെ ബോയിൽ, ഇനി അത് എടുത്തിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ആ തൊലി ഒന്ന് പൊളിച്ച് കളയണം. അപ്പോൾ തക്കാളിയുടെ തൊലിയെല്ലാം പുഴുങ്ങി കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോരും. മിക്കവാറും എല്ലാത്തിൻ്റെയും നടുക്ക് വെച്ചങ്ങ് പൊട്ടും, അവിടെ വെച്ചങ്ങ് പെട്ടെന്ന് തൊലി കളയാവുന്നതേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ്, ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ ബട്ടർ അകത്തോട്ടിടുക. ബട്ടർ ഉരുകി കഴിയുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ അതിലോട്ടിട്ട്, ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, ബേ ലീഫ്, സവാള, ആ കുരുമുളക് പൊടിയും അതിൻ്റെ അകത്തോട്ടിടാം. കുരുമുളക് പൊടിക്കും ഉപ്പിനും നമ്മൾ കണക്ക് പറയുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടം. ഉപ്പൊക്കെ ആവശ്യത്തിന്, ചിലർക്ക് ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം, ചിലർക്ക് ഇച്ചിരി ഉപ്പ് കുറച്ചും. അതുപോലെ കുരുമുളക് പൊടി, എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടി. നമ്മളിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കളർ ചേഞ്ച് ഒന്നും വരണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ, ഇത് തിളച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ആറാൻ വെക്കണം. ആറിക്കഴിഞ്ഞിട്ട് ഇത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ അന്നേരം നമ്മൾ ഈ ബേ ലീഫ് അതിൻ്റെ അകത്ത് ഇടേണ്ട കാര്യമില്ല, അതിങ്ങനെ എടുത്ത് കളയാം. ഇപ്പോൾ നമ്മൾ ഇതേവരെ ചെയ്യാത്തത് ഉപ്പിട്ടിട്ടില്ല. ഉപ്പൊരു ആദ്യം 1/4 ടീസ്പൂൺ ഇടുക. പിന്നെ ഇത് ഈ ചാറുള്ള സംഭവം ആയതുകൊണ്ട് നമുക്ക് ഉപ്പ് വേണേൽ പിന്നെ ഇടാം. ഇപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ, ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ബേ ലീഫ് എടുത്ത് കുറച്ച് സമയം കൂടെ കിടക്കട്ടെ, എന്നിട്ട് ഇതൊന്ന് ഓഫ് ചെയ്യുക. തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കുക. കടായി പിന്നെ അടുപ്പത്ത് വെച്ച് അരച്ചെടുത്തത് അതിലോട്ട് ഒഴിച്ചിരിക്കുക. ഇനി ഇതിലേക്ക് തിളച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാൻ ആകെ 2 സംഗതികളേ ഉള്ളൂ. ഒന്ന് പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ കോൺഫ്ലവർ കലക്കിയത്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. പഞ്ചസാര 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നമ്മൾ ഈ കോൺഫ്ലവർ ലയിപ്പിച്ച് വെച്ചിരിക്കണം, വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ച് ഈ സമയത്ത് നമ്മളിതിൻ്റെ അകത്ത് കോൺഫ്ലവർ കലക്കി ഒഴിച്ചു. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് പോരാ, ഒരിച്ചിരി കൂടെ ഉപ്പ് വേണം. ഒരു 1/4 ടീസ്പൂൺ കൊണ്ട്.
നമ്മുടെ ടൊമാറ്റോ സൂപ്പ് റെഡിയായി. നല്ല തിക്ക് ടൊമാറ്റോ സൂപ്പ്. പിന്നെ നമ്മുടെ തീ ഓഫ് ചെയ്യുക. കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പൊന്നുകൂടെ നോക്കുക. ഉപ്പ് ഓക്കെ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സൂപ്പ് റെഡിയായി. അപ്പോൾ അതിലാ വെളുത്ത് കിടക്കുന്നത് ഈ ക്രീമാണ്, പ്ലെയിൻ ക്രീമാണ്. അപ്പോൾ ഇത് സാധാരണ സൂപ്പ് കഴിക്കുന്ന പോലെ ചൂടോടുകൂടി തന്നെ കഴിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് ക്രഷ് ചെയ്തിടാം. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.